SIR-ന് തെരഞ്ഞെടുത്ത സമയം അപ്രായോഗികമെന്ന് CPIM. രത്തൻ ഖേൽക്കർ വിളിച്ചുചേർത്ത യോഗത്തിൽ എതിർപ്പറിയിച്ച് M. വിജയകുമാർ. തിരുവനന്തപുരത്ത് രത്തൻ ഖേൽക്കർ വിളിച്ചുചേർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ സർവകക്ഷി അവലോകന യോഗത്തിലാണ് വിജയകുമാർ എതിർപ്പ് അറിയിച്ചത്. യോഗത്തിൽ CPI-യും കോൺഗ്രസും വിയോജിപ്പ് അറിയിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ നിർഭൻ ചക്രവർത്തി ചേരുന്നുണ്ട്. നിർഭൻ, ഇത് SIR-മായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് അറിയിച്ചപ്പോൾ തന്നെ CPIM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എതിർപ്പ് അറിയിച്ചതാണ്. മാത്രമല്ല, അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് അടുത്ത സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ SIR നടപ്പാക്കില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ തികച്ചും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറുകയായിരുന്നു. ഇന്നെന്തൊക്കെയാണ് CPIM-ൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും രത്തൻ ഖേൽക്കറിന്റെ യോഗത്തിൽ നിലപാടുകൾ വ്യക്തമാക്കിയത്? സിജു, അത് തന്നെയാണ്. LDF-ന്റെയും UDF-ന്റെ നിലപാട് നേരത്തെ സുവ്യക്തമാണ്. നേരത്തെ ഈ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത ആദ്യ യോഗത്തിലും ഒപ്പം തന്നെ കേരള നിയമസഭ തന്നെ ഐകകണ്ഠ്യേന പ്രമേയം പാസാക്കി. മാത്രമല്ല, സർവകക്ഷി യോഗം സർക്കാർ വിളിച്ചിരുന്നു. നിയമപരമായ നടപടികളിലേക്ക് സർക്കാരും ഒപ്പം തന്നെ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം BJP ഒഴികെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഇതിൽ ഒരേ നിലപാടുകാരാണ്. ഇന്ന് അവലോകന യോഗമാണ്, സർവകക്ഷി യോഗം അവലോകന യോഗമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്തത്. എല്ലാ ശനിയാഴ്ചയും ഇതിന്റെ അവലോകന യോഗം ചേരുമെന്ന് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം. പക്ഷേ നേരത്തെയുള്ള നിലപാട് LDF UDF യോഗത്തിൽ ഉന്നയിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുക്കപ്പെട്ട സമയം. ഇതെന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമയം തെരഞ്ഞെടുത്തത്? ഒട്ടും പ്രായോഗികമല്ലാത്ത തെരഞ്ഞെടുപ്പാണ്. മാത്രമല്ല, ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നാൽ അതേ ഡേറ്റ്, ഇപ്പോൾ പറയുന്ന അതേ തീയതികളിൽ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിലേക്ക് ഇതേ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് സ്വാഭാവികമായും ഇത് ഡേറ്റുകൾ, തീയതികൾ സംബന്ധിച്ച് ഒരു ക്ലാഷ് ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഈ പറയുന്ന സൂക്ഷ്മമായിട്ടുള്ള ശുദ്ധീകരിക്കുന്ന ഒരു വോട്ടർ പട്ടികയാണ് എന്ന ഇലക്ഷൻ കമ്മീഷന്റെ പ്രഖ്യാപനമാണെങ്കിൽ അത് നടപ്പിലാക്കുക പ്രായോഗികമല്ല. അങ്ങനെയാണ് എങ്കിൽ ഇതിന്റെ ഗൂഢ ലക്ഷ്യമായിരിക്കും നടപ്പിലാക്കുക. ഒരു വിഭാഗം ജനങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുക എന്ന BJP-യുടെയും കേന്ദ്ര സർക്കാരിന്റെയും രഹസ്യ അജണ്ടയാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്ന വാദം തന്നെയാണ് LDF-ന്റെ പ്രതിനിധിയായി ഇന്ന് CPM-ന്റെ പ്രതിയായി പങ്കെടുത്ത രണ്ട് നേതാക്കളും M. വിജയകുമാർ, സത്യൻ മൊകേരിയുമാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തത്. മാത്രമല്ല, ഒന്നുകിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ടി വരും, അല്ല എങ്കിൽ വോട്ടർ പട്ടിക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മാറ്റിവെക്കണമെന്നും ആവശ്യപ്പെട്ടു. എല്ലാ BLO-മാരും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഈ സമയപരിധിക്കുള്ളിൽ ഇത് പൂർത്തീകരിക്കാൻ കഴിയില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം വേണമെന്ന കത്ത് നേരത്തെ തന്നെ ലഭിച്ചതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് എങ്ങനെ ഇത് പങ്കാളിയാകാൻ കഴിയും എന്ന് സത്യൻ മൊകേരിയും യോഗത്തിൽ ആവശ്യപ്പെട്ടു. സമാനമായ ആവശ്യം തന്നെയാണ് കോൺഗ്രസ് പ്രതിനിധികളും യോഗത്തിൽ ഉന്നയിച്ചത്. അവർ പറഞ്ഞത് BLO-മാർക്ക് വ്യക്തമായ പരിശീലനം നൽകിയിട്ടില്ല. പലർക്കും വോട്ടർമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് BLO-മാർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്ക് ഈ BLO-മാർക്ക്, ഈ ഏജന്റുമാരെ രാഷ്ട്രീയ പാർട്ടികൾ നിയോഗിക്കുന്ന ഏജന്റുമാരുമായി BLO-മാരുടെ ഷെഡ്യൂളുകൾ, ഓരോ സ്ഥലത്തും വാർഡുകളും ബൂത്തിലും ഇറങ്ങുന്നതിന്റെ ഷെഡ്യൂൾ എങ്ങനെയാണ് എന്ന് അവർ മുൻകൂട്ടി അറിയിക്കുന്നില്ല. അതുകൊണ്ട് പ്രായോഗികമല്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ രത്തൻ ഖേൽക്കർ പറഞ്ഞത് നിലവിൽ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നിലവിൽ 36 ലക്ഷത്തോളം പേർക്ക് എന്യൂമറേഷൻ ഫോം നിലവിൽ വിതരണം ചെയ്ത് കഴിഞ്ഞു. അതായത് പകുതിയോളം ആളുകൾ ഇക്കാര്യത്തിൽ പൂരിപ്പിച്ച് നൽകി. 13% ആളുകൾക്കാണ് എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയത്. എന്നാൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇത്തരത്തിലുള്ള ആശങ്കകൾ കേൾക്കുകയും പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പരിഹരിക്കേണ്ടത് എന്ന കാര്യത്തിൽ കേരളത്തിലെ ഇലക്ഷൻ ഉദ്യോഗസ്ഥർ, BLO-മാർ, ഒപ്പം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അടക്കം അവലോകനം ചെയ്യുകയും ഇത്തരം കാര്യങ്ങൾ കുറ്റമറ്റ രീതിയിൽ പരിഷ്കരിക്കാനുള്ള ശ്രമം തുടരുകയും ചെയ്യും. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന പ്രായോഗിക വശങ്ങൾ മാത്രമാണ്. പക്ഷേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJP-യുടെ രഹസ്യ അജണ്ട നടപ്പിലാക്കാനുള്ള നീക്കത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ്. അതുകൊണ്ട് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് മറുപടി പറയുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർ വിളിച്ചു ചേർത്ത സർവകക്ഷി അവലോകന യോഗത്തിൽ ഇടതുമുന്നണിയും അതോടൊപ്പം തന്നെ UDF-ഉം അടക്കം ഈ തെരഞ്ഞെടുത്ത സമയം, SIR-ന് തെരഞ്ഞെടുത്ത സമയം അപ്രായോഗികമാണ് എന്നുള്ള നിലപാട് വ്യക്തമാക്കി. വിവരങ്ങളാണ് നിർഭൻ ചക്രവർത്തി നൽകിയത്.